ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് പുതുവർഷ പുലരിയിൽ +2 വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ നൽകിക്കൊണ്ട് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ +2 പരീക്ഷയ്ക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ. അപ്പോൾ ഈ ഒരു പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് +2 പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം വളരെ ഈസി ആയിട്ടുള്ള പാഠഭാഗങ്ങളാണ് എക്സാം ബേസ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗങ്ങളെ പ്രത്യേകം നമ്മൾ കെയർ ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷാണ് നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് പാഠഭാഗത്തിൽ നിന്നും പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ +2 ഇംഗ്ലീഷ് പാഠഭാഗങ്ങളിൽ ഫോക്കസ്ഡ് ഏരിയ ആയിട്ട് SCERT നിർദ്ദേശിച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ദ 3 L's ഓഫ് എംപവർമെന്റ് എന്ന സ്പീച്ചാണ്. അപ്പോൾ ഈ ഒരു സ്പീച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിലേക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരുന്നതാണ്. രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് മാച്ച് ബോക്സ് ആണ്. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ടും ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്നതാണ്. അതുപോലെ മൂന്നാമതായിട്ട് എനിവമൺ എന്ന പോയമാണ്. അപ്പോൾ പോയത്തെ ബേസ് ചെയ്തുകൊണ്ട് അപ്രീസിയേഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പാഠഭാഗം ഹൊറഗല്ലു ആണ്. അടുത്ത പാഠഭാഗം ഹൊറഗല്ലു ആണ്. അഞ്ചാമതായിട്ട് ദ ഹവർ ഓഫ് ട്രൂത്ത് ആണ്. ഇതൊരു ഏകാംഗ നാടകമാണ്. അതുപോലെ തന്നെ ആറാമതായിട്ട് എ 3 വീൽഡ് റവല്യൂഷൻ എന്ന പാഠമാണ്, ഒരു മുച്ചക്ര വിപ്ലവം. അപ്പോൾ ഈ ഒരു വിപ്ലവം അതൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഇർഫാൻ ആലമുമായി നടത്തിയിരിക്കുന്ന ഇന്റർവ്യൂ. ഒരു പക്ഷേ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ, അതേപോലെ ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരാൻ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും അവസാനമായിട്ട് റൈസ് എന്ന പോയമാണ്. ചെമ്മനം ചാക്കോയാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 7 പാഠഭാഗങ്ങളാണ് +2 ഇംഗ്ലീഷ് പാഠഭാഗത്തിൽ നിന്നും ഫോക്കസ്ഡ് ഏരിയകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി പഠിക്കുന്ന സമയത്ത് ഈ ഒരു പാഠഭാഗങ്ങളെ പ്രത്യേകം കെയർ ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുക. കാരണം ചോദ്യങ്ങൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുക. അപ്പോൾ ഈ ഒരു പാഠഭാഗം നല്ലവണ്ണം പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് +2 ഇംഗ്ലീഷിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട പാഠഭാഗങ്ങളിൽ മലയാളമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ ഏതൊക്കെ യൂണിറ്റ് ആണ്, അതായത് അതിന്റെ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിക്കേണ്ടത് എഴുത്തകം എന്ന യൂണിറ്റ് ആണ്. അപ്പോൾ എഴുത്തകം എന്ന യൂണിറ്റിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പാഠമാണ് പ്രവേശകം എന്നുള്ള ആ ഒരു പാഠം. രണ്ടാമതായിട്ട് കണ്ണാടി കൺമോളവും എന്നുള്ള ആ ഒരു പാഠവും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് പ്രകാശം ജലം പോലെയാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗവും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. നാലാമതായിട്ട് കിരാതവൃത്തം. അഞ്ചാമതായിട്ട് അവകാശങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഈ 5 പാഠങ്ങളാണ് എഴുത്തകം എന്ന യൂണിറ്റിൽ നിന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്. അതേപോലെ തന്നെ മലയാളത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട മറ്റൊരു യൂണിറ്റ് ആണ് തനിത്തടം എന്നുള്ള ആ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ആ തനിത്തടം എന്നുള്ള ആ ഒരു യൂണിറ്റിൽ നിന്നും ഏതൊക്കെ പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പാഠമാണ് കാക്കാരശ്ശി പാട്ട് എന്നുള്ള ആ ഒരു പാഠം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ്. രണ്ടാമതായിട്ട് കോശിനി മൊഴി എന്നുള്ള ആ ഒരു പാഠഭാഗവും നല്ലവണ്ണം ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. മൂന്നാമതായിട്ട് അഗ്നിവർണ്ണന്റെ കാലുകൾ. അപ്പോൾ ഈ ഒരു പാഠഭാഗവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായിട്ട് പദത്തിന്റെ പദത്തിൽ. അപ്പോൾ ഈ 4 പാഠഭാഗങ്ങളാണ് തനിത്തിടം എന്നുള്ള ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ. അപ്പോൾ ഈ 2 യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എക്സാമിനൊക്കെ ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഈ ഒരു പാഠഭാഗങ്ങൾ, ഈ യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ നല്ലവണ്ണം നല്ല ശ്രദ്ധ ഊന്നിക്കൊണ്ട് പഠിക്കുക. ഇനി അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി മലയാളത്തിന്റെ ഓപ്ഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി മലയാളത്തിൽ ഓപ്ഷണലായിട്ട് ഏതൊക്കെ യൂണിറ്റുകളാണ്, അതേപോലെ തന്നെ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് നോക്കാം. ആ ഓപ്ഷൻ മലയാളത്തിൽ നമ്മൾ പഠിക്കേണ്ടത് യൂണിറ്റ് 1 കാവ്യപർവം എന്നുള്ള ആ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ കാവ്യപർവം എന്ന യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പാഠമാണ് വിഭീഷണ ഹിതോപദേശം എന്നുള്ള ആ ഒരു പാഠഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് മുത്തുമണികൾ എന്നുള്ള ആ ഒരു പാഠഭാഗവും. മൂന്നാമതായിട്ട് ശാന്തം കരുണം എന്നുള്ള ആ ഒരു പാഠഭാഗവും. നാലാമതായിട്ട് മലയാള ഗദ്യ പരിണാമം. അപ്പോൾ ഈ 4 പാഠഭാഗങ്ങളാണ് കാവ്യപർവം എന്നുള്ള ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. അടുത്ത മറ്റൊരു യൂണിറ്റ് ആണ് രംഗപർവം എന്നുള്ള യൂണിറ്റ് ആണ്. അപ്പോൾ രംഗപർവം എന്ന യൂണിറ്റിൽ നിന്ന്
നിന്നും ഏതൊക്കെ പാഠങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്? ഒന്നാമത്തെ പാഠമാണ് മധുരിക്കും ഓർമ്മകൾ എന്നുള്ള പാഠമാണ്. രണ്ടാമതായിട്ട് ഒരു കൂട്ടം ഉറുമ്പുകൾ. മൂന്നാമത്തെ പാഠമാണ് ഊരുഭംഗം. അപ്പോൾ ഈ 3 പാഠഭാഗങ്ങളാണ് രംഗപർവം എന്ന യൂണിറ്റിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ 2 യൂണിറ്റുകളാണ് മലയാളം ഐച്ഛികത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദിയാണ്. ഹിന്ദിയിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടത് നോക്കാം. അപ്പോൾ അതിലെ യൂണിറ്റും അതേപോലെ തന്നെ ആ യൂണിറ്റിൽ ഏതൊക്കെ പാഠങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഇക്കായി 1. അപ്പോൾ ഇക്കായി 1 ഏതൊക്കെ പാഠങ്ങളാണ് എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പാഠമാണ് മാതൃഭൂമി എന്നുള്ള ആ ഒരു പാഠമാണ്. രണ്ടാമതായിട്ട് ബേട്ടി കാ നാം എന്നുള്ള ആ ഒരു പാഠമാണ്. മൂന്നാമതായിട്ട് മേരെ ഭാരത് വാസിയം. അപ്പോൾ ഈ 3 പാഠഭാഗങ്ങളാണ് ഇക്കായി 1 നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതേപോലെ തന്നെ ഹിന്ദിയിൽ മറ്റൊരു യൂണിറ്റ് കൂടെ ഉണ്ട്. ഇക്കായി 2 കൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇക്കായി 2 ഏതൊക്കെ പാഠങ്ങളാണ് എന്ന് നോക്കാം. അപ്പോൾ ഇക്കായി 2 ഒരു പാഠമാണ് റിനാം മേം പഹലാദിൻ എന്നുള്ള ആ ഒരു പാഠമാണ്. അതേപോലെ തന്നെ മറ്റൊരു പാഠമാണ് മേരെ ലാൽ എന്നുള്ള പാഠമാണ്. അതേപോലെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നോക്കേണ്ട മറ്റൊരു പാഠമാണ് ദോസ്തി എന്നുള്ള പാഠമാണ്. അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് ഈ 2 യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഹിന്ദിയിൽ നമ്മൾ നോക്കി വെക്കേണ്ട പാഠഭാഗങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻസുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അയക്കാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ ഓൾ.